നമസ്കാരം. താത്വികാചാര്യം ചമഞ്ഞ് നടക്കുന്ന ഒരു മഹാനുണ്ട് CPM-ൽ. മറ്റാരുമല്ല, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വെറും ഭാഗ്യം കൊണ്ടും പിണറായി വിജയനോടുള്ള വിധേയത്വം കൊണ്ടും മാത്രമാണ് ഈ മഹാന് ഈ ഒരു പദവിയിലെത്താൻ സാധിച്ചതെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞെങ്കിലും ഇദ്ദേഹം മാത്രം ഇപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. LDF-നെ ഇത്രയും നാണം കെട്ട തോൽവിയിലേക്ക് കൊണ്ടെത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയന് മാത്രം അവകാശപ്പെട്ടതല്ല, ഈ മഹാനും കൂടി അവകാശപ്പെട്ടതാണ്. എന്നാൽ ഇന്നും അദ്ദേഹത്തിന് യാതൊരു മാറ്റവുമില്ല എന്നതിൻ്റെ തെളിവാണ് CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് ED കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുകളെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അതൊന്ന് കേട്ടു നോക്കാം. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് അഖിലിന്റെ വീടും അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കളുടെ വീടുമെല്ലാം ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിലിന്റെയും അതുപോലെ തന്നെ റിയാസുമായിട്ട് ബന്ധപ്പെട്ട് പരിചയക്കാരുടെയും വീടുകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഇത് പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഗവൺമെന്റ് നിലപാടാണ്. അതായത് ഈ പറയുന്ന ED റെയ്ഡ് പ്രതിപക്ഷത്തുള്ളവരെ ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ ബോധപൂർവമായ നിലപാടാണ് എന്നാണ് ഈ മഹാൻ പറയുന്നത്. അല്ല സഖാവേ, നിങ്ങളുടെ പരമോന്നത നേതാവ് ലോകപ്രസിദ്ധമായ ഒരു ഡയലോഗ് അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടു, അല്ലേ? എന്താ, മടിയിൽ കനമുണ്ടോ? അതാണോ ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്ക് എത്തപ്പെട്ടത്? ലേശം ഉളുപ്പ് വേണം എൻ്റെ പൊന്ന് സഖാവേ. ഇതൊക്കെ സെൽഫ് ഗോൾ ആണെന്നുള്ള എന്തെങ്കിലും ഒരു തിരിച്ചറിവ് താങ്കൾക്കുണ്ടോ? എന്തൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്? അന്വേഷണത്തിൻ്റെ വഴി പോവും, ഞങ്ങൾ അതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. ഇതൊന്നും അല്ലായിരുന്നല്ലോ കൊടിയേരിയുടെ മകൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അത് അവൻ്റെ കൊടിയേരിയുടെ മകൻ്റെ വ്യക്തിപരമായ ഒരു വിഷയമാണ്, അതിൽ പാർട്ടി ഇടപെടില്ല എന്നായിരുന്നു മുമ്പുള്ള നിലപാട്. ഇപ്പം എന്താണ്, നിലപാടിൽ മാറ്റം സംഭവിച്ചോ? അപ്പോൾ പരമോന്നത നേതാവിൻ്റെ മകളുടെ കാര്യത്തിൽ പാർട്ടി തന്നെ ഇടപെടുവാണ്. നിങ്ങളൊക്കെ ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്ക് അങ്ങ് എത്തിപ്പെടുകയാണ്. അപ്പോൾ മടിയിൽ കനമുണ്ടെന്ന് വേണോ ജനങ്ങൾ ചിന്തിക്കാൻ? സംസ്ഥാന സെക്രട്ടറി താത്വികാചാര്യനായ MV ഗോവിന്ദൻ തന്നെ ഇതിന് മറുപടി പറയണം. ബാക്കി കൂടി ഒന്ന് കേട്ടു നോക്കാം. യാതൊരു അടിസ്ഥാനമില്ലാതെയാണ് റെയ്ഡ് നടത്തുന്നത്. മാധ്യമങ്ങളിലൂടെ തെറ്റായ വാർത്തകളാണ്, പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ശരിയായിട്ടുള്ള വാർത്ത പറയുന്നത് രണ്ട് മാധ്യമങ്ങൾ മാത്രമാണ്, അതായത് ദേശാഭിമാനിയും കൈരളിയും. ബാക്കി എല്ലാ മാധ്യമങ്ങളും തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായ റെയ്ഡ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുക എന്തോ ഒരു കുറ്റ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇത് എന്നാണ്. ജനങ്ങൾ അത് വിചാരിക്കുന്നുണ്ട്. എന്താ സംശയം? ഇത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ പൊന്ന് സഖാവേ. അത് താങ്കൾക്കും അറിയാം. പിന്നെ താങ്കളുടെ പരമോന്നത നേതാവിനെ സുഖിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പത്രസമ്മേളനം നടത്തും. സാക്ഷാൽ ശശിധരൻ കർത്ത തന്നെ മൊഴി കൊടുത്തു കഴിഞ്ഞു. ഒരു സേവനവും വീണ വിജയൻ തന്നിട്ടില്ലെന്നും പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്തു മാത്രമാണ് ഞാൻ ആ പണം കൊടുത്തതെന്നും ശശിധരൻ കർത്ത മൊഴി കൊടുത്തു കഴിഞ്ഞു. ഇനി കടന്ന് മെഴുകാതെ. എന്നാൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ റിയാസിന്റെയും അതുപോലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിന്റെയും അവരുമായി ബന്ധപ്പെട്ട പരിചയക്കാരുടെയും എല്ലാം വീട്, അവരുടെ താമസ സ്ഥലം ഇന്ന് രാവിലെ മുതലേ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പാർട്ടി നേതാക്കളെ ജനങ്ങൾക്കിടയിൽ നിന്നും സംശയത്തിന്റെ നിഴലിൽ നിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള EDയുടെ നേരത്തെയെല്ലാം തുടർന്നു വന്ന നയത്തിന്റെ ഒരു തുടർച്ചയിലാണ് നമുക്കിതിനെ കാണാനാവുക. അയ്യോ, ഇപ്പോൾ ED റെയ്ഡ് ചെയ്തിട്ട് വേണം നിങ്ങളെയൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനായിട്ട്. ജനങ്ങൾക്കിതൊക്കെ അറിയാം എൻ്റെ പൊന്ന് സഖാവേ. എന്തുകൊണ്ടാണ് വീണ വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് മാത്രമാണ് ജനങ്ങളിപ്പോഴും സംശയിക്കുന്നത്. അതാണ് സംശയത്തിൻ്റെ നിഴലിലുള്ളത്. നിങ്ങളെയൊക്കെ ജനങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞു.
അതുകൊണ്ടാണ് എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഒരു ED റെയ്ഡ് നടത്തിയിട്ട് വേണ്ട ജനങ്ങൾക്ക് നിങ്ങളോട് സംശയം തോന്നുവാൻ, കേട്ടോ. അപ്പം റിയാസിൻ്റെ വീട് റെയ്ഡ് ചെയ്തതിനെക്കുറിച്ചാണ് ഈ പറയുന്ന മഹാന് പരാതി. എന്താണ് അതിൽ തെറ്റ്? വീണ വിജയൻ്റെ ഭർത്താവല്ലേ മുഹമ്മദ് റിയാസ്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലും റെയ്ഡ് നടക്കും. അവർക്ക് വേണ്ട തെളിവുകൾ ശേഖരിക്കാൻ അവർ എവിടെയാണെന്ന് വെച്ചാൽ അവർ അതിന് വേണ്ട റെയ്ഡും കാര്യങ്ങളും അന്വേഷണവും ഒക്കെ അവർ നടത്തും. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. ഇങ്ങനെ കിടന്ന് ഇമോഷണൽ ഡ്രാമ അടിക്കല്ലേ, സെൻറ്റിമെൻ്റൽ ഡ്രാമ കളിക്കല്ലേ ഗോവിന്ദ. അതൊക്കെ ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. ജനങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് നടക്കാത്തത് എന്നതാണ് ജനങ്ങളുടെ ഇപ്പോഴത്തെ സംശയം. ഇതിനെ തുറന്നു കാട്ടി മുന്നോട്ട് പോകണം. ഇത്തരം നടപടികളെല്ലാം നേരിട്ടുകൊണ്ടാണ് പാർട്ടി യഥാർത്ഥത്തിൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ആണോ? ഇത്തരം ഇതിനെയൊക്കെ നേരിട്ടിട്ടാണോ പാർട്ടി ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത്? ഒരു ഉദാഹരണം പറയാവോ? ഇതുപോലത്തെ ഒരു ചീഞ്ഞ കേസുകൾ ഇതുമൊക്കെ നേരിട്ടുകൊണ്ടാണോ പാർട്ടി ഇത്രയും നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ആരോപണം വന്ന ഉടനെ തന്നെ തൂക്കിയെടുത്ത് പുറത്തെറിഞ്ഞാൽ ഇതിനെ അനുകൂലിക്കുന്നവരും ഇതിനെ ന്യായീകരിക്കാൻ വരുന്നവരെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ. അതാണ് CPMൻ്റെ പാരമ്പര്യം. ഇത്രയും ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും യാതൊരു പോറലും കൂടാതെ നിങ്ങളുടെ പരമോന്നത നേതാവിന് ആ പദവിയിൽ തുടരാനും സാധിച്ചു, പ്രതിപക്ഷ നേതാവാകാനും സാധിച്ചു, അല്ലേ? അതല്ല പാർട്ടിയുടെ സാധാരണയുള്ള കീഴ്വഴക്കം. അത് സഖാവിന് അറിയില്ലെങ്കിലും ജനങ്ങൾക്കും സഖാക്കൾക്കും അറിയാം, കേട്ടോ. അതുകൊണ്ട് കൂടുതൽ മെഴുകരുത്. ഇനിയും ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകും. പാർട്ടി സഖാക്കളെയും സഖാക്കളുടെ അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളുടെയും എല്ലാം വീട് റെയ്ഡ് വലിയ രീതിയിൽ ED രാഷ്ട്രീയ കളി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ നിലപാടിനെ അതിശക്തിയായിട്ട് കേരളം എതിർക്കും. കേരളം എതിർക്കത്തില്ല. വേറെ പണിയുണ്ട് മലയാളികൾക്ക്. നിങ്ങൾ എതിർത്ത് പാർട്ടി ഒന്നും അല്ലാതെ ഇപ്പം തന്നെ അസ്ഥിവാരം തോണ്ടി നിങ്ങൾ, അല്ലേ? ഇനി അതെടുത്ത് കുഴിയിലോട്ട് മൂട്. അതോടെ നിങ്ങൾക്ക് സമാധാനമാവുമെങ്കിൽ അങ്ങനെ ചെയ്യ്. കുറേ സഖാക്കളുണ്ട്, ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് സഖാക്കൾ ഇന്നുമുണ്ട് എൻ്റെ പൊന്നു സഖാവെ ഈ പാർട്ടിയിൽ. അവരെയും കൂടി ഒന്ന് ഓർക്കണം. ഈ പരമോന്നത നേതാവിനെ സുഖിപ്പിക്കാനുള്ള ഈ വ്യഗ്രതയിൽ ഈ പാവപ്പെട്ട സഖാക്കളെയും കൂടെ ഒന്ന് ഓർക്കണം. അല്ലെങ്കിൽ ഈ സഖാക്കൾ തന്നെ നിങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കാലം വിദൂരമല്ല.